ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചെമ്മീൻ പുട്ട് തയ്യാറാക്കിയാലോ. അതിനായിട്ട് 300 ഗ്രാം ചെമ്മീനിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും ഇട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ചെമ്മീൻ അതിലേക്കിട്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. ഒരുപാട് ഡ്രൈ ആക്കണ്ട കേട്ടോ. ഇനി ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയും ഇട്ട് മൂത്ത് വരുമ്പോൾ 3 വലിയ സവാള ചെറുതായി അരിഞ്ഞതും ഇട്ട് വഴറ്റണം. കുറച്ച് ഉപ്പും ഇട്ട് അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ പച്ചമുളകും ചോപ്പ് ചെയ്ത വേപ്പിലയും ഇട്ട് നന്നായി വഴറ്റാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അത് നന്നായി വഴന്നു വരുമ്പോൾ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. അത് വാടി വരുമ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് പച്ചമണം മാറുമ്പോൾ ഫ്രൈ ചെയ്ത ചെമ്മീനും കുറച്ച് മല്ലിയിലയും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുട്ടിനുള്ള പൊടി തയ്യാറാക്കാമേ. അതിനായിട്ട് 1/2 കപ്പ് വെള്ളം അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് തിളക്കുമ്പോൾ 2 കപ്പ് വറുത്ത അരിപ്പൊടി അതിലേക്കിട്ട് ഇളക്കി മാറ്റി വെക്കണം. ചൂടാറുമ്പോൾ കുറച്ച് പച്ചവെള്ളം തളിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്യാമേ. ഇനി ഒരു ജാറിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്ത് എടുക്കാം. ഇതുപോലെ മുഴുവൻ പൊടിയും നമുക്ക് എടുക്കാമേ. പുട്ട് നല്ല സോഫ്റ്റ് ആവാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഒരു കുക്കറിൽ വെള്ളമൊഴിച്ച് അടുപ്പിൽ വെച്ച് തിളക്കുമ്പോൾ ഒരു പുട്ട് ഊറ്റിയെടുത്ത് കുറച്ച് തേങ്ങ ഇട്ട് അതിലേക്ക് ചെമ്മീൻ മിക്സ് വെച്ച് അതിലേക്ക് പുട്ടുപൊടിയും ഇട്ട് അടച്ച് കുക്കറിന്റെ മുകളിൽ വെച്ച് വേവിച്ചെടുത്താൽ നമ്മുടെ ചെമ്മീൻ പുട്ട് റെഡി ആവും കേട്ടോ. ഇതാ നോക്കിയേ, ചെമ്മീൻ പുട്ട് റെഡി.